ക്രഷർ ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് ഏകപക്ഷീയമായി വില വർദ്ധിപ്പിക്കുന്നതിനെതിരെ ക്വാറികളിലേക്ക് ബഹുജന മാർച്ച് 19-ന് ജില്ലയിലെ 6 ക്വാറികളിലേക്ക് മാർച്ച് നടക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. യാതൊരു മാനദണ്ഡവുമില്ലാതെയാണ് ക്രഷർ ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്നതെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ ആരോപിച്ചു. ഇതിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കും. ഇതിന്റെ ആദ്യപടി എന്ന നിലയിലാണ് മാർച്ച് 19-ന് ജില്ലയിലെ പ്രധാനപ്പെട്ട 6 ക്വാറികളിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചതെന്നും സമരസമിതി നേതാക്കൾ അറിയിച്ചു. ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് അമിതമായി വില വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് മാർച്ചും ഏപ്രിൽ മാസം നിർമ്മാണ പ്രവൃത്തി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു അവസരത്തിലാണ് ഇത്തരം ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. വീടുകളുടെ പണി പൂർത്തീകരിച്ച് ഗൃഹപ്രവേശനം നടത്തേണ്ടവര് സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള പൂർത്തീകരണം മാർച്ച് 31. ഈ അവസരത്തിൽ ഇത്തരം ഒരു ധിക്കാരപരമായ നിലപാട് ജില്ലക്കകത്തുള്ള ചില കൃഷി ഉടമകൾ സ്വീകരിച്ചത് തികച്ചും പ്രതിഷേധാർഹമായിട്ട് ഉള്ളതാണ്. പാനൂർ, കൂത്തുപറമ്പ്, ഇരിട്ടി, പേരാവൂർ, മയ്യിൽ, പെരിങ്ങോം എന്നിവിടങ്ങളിലെ ക്വാറികളിലേക്കാണ് ആദ്യഘട്ടത്തിൽ മാർച്ച് നടത്തുക. 2025 ഫെബ്രുവരി 18-ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ADM വിളിച്ചു ചേർത്ത യോഗത്തിൽ എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായാണ് ക്വാറി ക്രഷർ ഉടമകൾ ഉൽപ്പന്നങ്ങൾക്ക് വിവിധ ഘട്ടങ്ങളിലായി വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 2023-ലെ വിലയിൽ ഒരടി ഉൽപ്പന്നത്തിന് 4 രൂപ വർധനവ് വരുത്താൻ എല്ലാവരും യോജിച്ചെടുത്ത തീരുമാനത്തിന് ശേഷം 9 രൂപയിലധികം വർധനവാണ് വരുത്തിയിട്ടുള്ളതെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. നിർമ്മാണ മേഖലയാകെ സ്തംഭിപ്പിക്കുന്ന നടപടിയാണ് ഇതെന്നും വില വർധനവ് പിൻവലിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി K. മനോഹരൻ, നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ പ്രതിനിധി T. ശശി, കണ്ണൂർ ജില്ലാ ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ പ്രതിനിധി T. അശോകൻ, CIMAK പ്രതിനിധി രമേശൻ മലബാർ, കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ പോള, PCBA പ്രതിനിധി A. അശോകൻ, CWCA പ്രതിനിധി MV ഗംഗാധരൻ, P. ദാമോദരൻ എന്നിവർ കൂത്തുപറമ്പിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.